അപ്പോൾ എല്ലാവിധ ആശംസകളും. താങ്ക് യു. ഒരു കൗൺസിലർ സ്ഥാനത്തിന്റെ ഒരു ഭാരം തീരുമ്പോഴേക്കും അടുത്തൊരു വലിയൊരു ഭാരം ഏൽപ്പിച്ചേക്കാണ് അല്ലെ? ജവഹർ ബാൽമഞ്ചിന്റെ സംസ്ഥാന കോർഡിനേറ്റർ. എങ്ങനെയാണ് ഈ ഉത്തരവാദിത്തത്തെ കാണുന്നത്? അതായത് നമ്മളെ 7 വയസ്സിനും 18 വയസ്സിനും ഇടയിലുള്ള കുട്ടികളെ കോടീകരിച്ചുകൊണ്ട് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കുട്ടികളൊക്കെ വളരെയധികം സ്ട്രെസ്സുകളും അതുപോലെ വളരെയധികം ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ കുട്ടികളെയൊക്കെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല രീതിയിൽ കുട്ടികളെ നേർവഴിക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ജവഹർ ബാൽമഞ്ച് രൂപീകരിച്ചിരിക്കുന്നത്. അവർക്കുള്ള പരിശീലനങ്ങൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതൊക്കെ തന്നെയായിരിക്കും അല്ലേ പ്രധാനമായിട്ടും? പരിശീലനങ്ങൾ, കുട്ടികൾ ഇപ്പോൾ ലഹരി വിരുദ്ധമായിട്ടുള്ള ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ അവരുടെ ഓരോ ടാലൻറ്റ് മനസ്സിലാക്കിക്കൊണ്ട് ഡോക്ടർമാരും അതുപോലെ നമ്മൾക്കറിയാലോ ഓരോരോ സെക്ഷനിലുള്ള ആളുകളെ നമ്മൾ നിരന്തരം അവരോട് സംസാരിച്ച് കുട്ടികളുടെ ഒക്കെ ടാലൻറ്റുകൾ മനസ്സിലാക്കിക്കൊണ്ട് അവരെ നല്ല ഒരു എയിമിലേക്ക് എത്തിക്കുക എന്നതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. ഓക്കെ, തീർച്ചയായിട്ടും ഇതൊരു കോൺഗ്രസിൻ്റെ പോഷക സംഘടന ആയതുകൊണ്ട് അത്തരത്തിലുള്ളൊരു രാഷ്ട്രീയ ഒരു സ്വഭാവം തീർച്ചയായിട്ടും ഈ ഒരു സംഘടനയ്ക്ക് ഉണ്ടാവും അല്ലേ? ഇതിൽ പൂർണ്ണമായ ഒരു രാഷ്ട്രീയത്തിൻ്റെ ഒരു ഘടനയൊന്നും കുട്ടികളെ ഈ ചെറിയ കുട്ടികൾ ഉൾക്കൊണ്ട് അത് മുന്നോട്ട് പോകണമെന്നല്ല ആഗ്രഹിക്കുന്നത്. നല്ല രീതിയിൽ കുട്ടികളെ മെച്ചപ്പെടുത്തിക്കൊണ്ട് നല്ല രാഷ്ട്രീയത്തോട് നല്ല സ്നേഹം, നല്ല കൂടപ്പറപ്പുകളെ പോലെ സ്നേഹിച്ച് മുന്നോട്ട് പോകുന്ന രാഷ്ട്രീയം അവരെ മനസ്സിലാക്കി കൊടുക്കണം. ഇപ്പോൾ അങ്ങനത്തെ രാഷ്ട്രീയമല്ല പൊതുവെ നടന്നുകൊണ്ടിരിക്കുന്നത്. പല സ്ഥലങ്ങളിലും അക്രമങ്ങൾ, അതുപോലെ തന്നെ നമ്മളെപ്പോഴും ടി വികളൊക്കെ കാണാമല്ലോ. അതൊക്കെ എന്നുകൊണ്ട് പണ്ട് ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെയുള്ള ആളുകൾ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള നല്ല രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തിലേക്ക് കുട്ടികളെ എത്തിക്കണം എന്നാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യബോധം. സുജിത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത നേരത്തെ സംസാരിച്ച പോലെ ഒരു സൗഹൃദമാണ്. ഈ ഇന്ത്യ കോഫി ഹൗസിന്റെ അവിടെ നിൽക്കുമ്പോഴും ഇപ്പോൾ സുജിത്ത് വേറെ തിരക്കുകളില്ല എന്നുണ്ടെങ്കിൽ അന്വേഷിച്ച് വന്നു കഴിഞ്ഞാൽ കണ്ടെത്താൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. കാരണം ഒരു പറ്റം സുഹൃത്തുക്കളുടെ കൂടെ ആണ് സുജിത്തിന് എപ്പോഴും കാണാൻ പറ്റുക. എങ്ങനെയാണ് ഈ സൗഹൃദത്തെ ഇങ്ങനെ ഈ തിരക്കിനിടയിലൊക്കെ ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്നത്? നമ്മൾ എപ്പോഴും ഈ തിരക്കുകൾ എന്ന് പറയുന്നത് അതൊക്കെ നമുക്കെല്ലാവർക്കും, ഈ മനുഷ്യന്മാരായ എല്ലാവർക്കും അവരുടേതായുള്ള തിരക്കുകളുണ്ട്. പക്ഷേ ഈ തിരക്കുകളോടൊപ്പം തന്നെ ഈ കൂട്ടുകാരും ഈ സൗഹൃദം ഇതെല്ലാം നമ്മൾ നിലനിർത്തി പോകണം. നിലനിർത്തി പോകുമ്പോൾ മാത്രമാണ് നമ്മൾ നല്ലൊരു മനുഷ്യരായി മാറുകയുള്ളൂ. അപ്പോൾ എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടെ നേരുന്നു. ഒരു ഗുരുവായൂരുകാരൻ ഇത്തരം സ്ഥാനങ്ങളിലേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും വലിയ സന്തോഷം. എല്ലാ വിജയാശംസകളും പ്രത്യേകം നേരുന്നു. താങ്ക് യു.